ഹായ് ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? നിങ്ങൾക്കെല്ലാവർക്കും സുഖം തന്നെയാണോ? ഇന്ന് എനിക്ക് വീഡിയോസ് ഒന്നും ചെയ്യാൻ പറ്റിയില്ല. അങ്ങനെ ഞാൻ മൊബൈലിൽ നോക്കിയപ്പോൾ കുറേ വീഡിയോസും ഫോട്ടോസും കണ്ടു. പക്ഷെ അത് ഞാൻ അപ്ലോഡ് ചെയ്തില്ലായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു അത് നിങ്ങൾക്കൊന്ന് കാണിച്ചു തന്നാലോ. കുറേ എഡിറ്റ് ചെയ്തു. അതായത് അത്യാവശ്യം സ്പീഡിൽ കാണിക്കത്തക്ക രീതിയിൽ കുറേ എഡിറ്റ് ചെയ്തതിന് ശേഷമാണ് ഞാൻ നിങ്ങൾക്കായിട്ടിത് ഇവിടെ ഷെയർ ചെയ്യുന്നത്. രണ്ട് ദിവസമായിട്ട് എനിക്ക് വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയില്ല. അപ്പോഴാണ് ഈ വീഡിയോസ് എൻ്റെ ശ്രദ്ധയിൽപ്പെടുന്നത്. അപ്പോൾ പെട്ടെന്ന് വിചാരിച്ചു നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം. മാത്രമല്ല, എനിക്കൊരു എയിമുണ്ട്. അത് താമസിയാതെ തന്നെ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നതായിരിക്കും. ഇപ്പോൾ ആലപ്പുഴയിലേക്ക് ഉള്ള ഈ യാത്ര ഒന്ന് കണ്ടു നോക്കൂ. വളരെ ശാലീനത നിറഞ്ഞ ഒരു അന്തരീക്ഷമല്ലേ? നിങ്ങളതൊന്ന് ശ്രദ്ധിച്ച് നോക്കൂ. നിങ്ങൾ ഒരുപാട് ടൈം സ്പെൻഡ് ചെയ്യേണ്ടി വരില്ല. ഏറ്റവും കുറഞ്ഞ ടൈമിലാണ് ഞാനിത് എഡിറ്റ് ചെയ്തിരിക്കുന്നത്. ഒരു വൺ ഡേ ട്രിപ്പായിരുന്നത്. വളരെയേറെ സന്തോഷിച്ച ഒരു ദിവസമായിരുന്നത്. വളരെയേറെ സന്തോഷിച്ചു. നല്ല കുറച്ച് ഫ്രണ്ട്സിനെ കിട്ടിയ ദിവസം. ഫ്രണ്ട്സ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ആവണം എന്ന് മനസ്സിലാക്കി തന്ന ദിവസം. അത് ഒരിക്കലും ജീവിതത്തിൽ മറക്കാൻ പറ്റില്ല. ഒരു പക്ഷേ ഫ്രണ്ട്സ് എന്ന് പറയാൻ പറ്റില്ല, എന്നാൽ റിലേറ്റീവ്സ് എന്ന് പറയാൻ പറ്റുമോ? അതുമില്ല. അതിനുമൊക്കെ മേലെയാണ് ഈ ബന്ധം. ദൈവം എന്നും ഈ ബന്ധങ്ങൾ അതുപോലെ നിലനിർത്തിക്കൊണ്ടു പോട്ടെ എന്ന് ഇപ്പോഴും ഞാൻ പ്രാർത്ഥിക്കുന്നു. എൻ്റെ ജീവിതത്തിൽ ഇതുപോലെ ഒരു ഫാമിലി കൂടിയുണ്ട്. താമസിയാതെ ഞാനത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യും. അത് ഇതുപോലാണ്. ഫ്രണ്ട്സ് എന്നും പറയാൻ പറ്റില്ല, റിലേറ്റീവ്സ് എന്നും പറയാൻ പറ്റില്ല. ദൈവം എല്ലാവരെയും എപ്പോഴും ഞങ്ങളോടൊപ്പം കൂട്ടിച്ചേർത്ത് നിർത്തട്ടെ എന്ന് ഈ അവസരത്തിൽ ഞാനത് പ്രാർത്ഥിച്ചു പോവുകയാണ്. ഈ ഒരു ദിവസത്തേക്കുള്ള യാത്ര നമ്മൾ ഗ്രൂപ്പായിട്ട് പോയപ്പോൾ തന്നെ നമ്മളെ അധികം ഞെട്ടിച്ചിട്ടില്ല അതിൻ്റെ എക്സ്പെൻസ്. അപ്പോൾ ഒരു ഫാമിലി പോയാലോ വലിയ ചിലവില്ലല്ലോ. നിങ്ങൾക്ക് ഏവർക്കും ഈ ഒരു ആലപ്പുഴയിലെ ഈ ഒരു സ്ഥലം നിങ്ങൾക്ക് ധൈര്യമായിട്ട് സെലക്ട് ചെയ്യാം. എങ്ങനെയുണ്ട് ഈ കാഴ്ചകൾ? പക്ഷേ പോകുന്ന വഴിക്ക് ഒന്ന് നിർത്തി അത് എൻജോയ് ചെയ്ത് അവിടുത്തെ ആ പരിസരങ്ങളൊക്കെ വിവരിച്ച് പോകുന്നത് ഏറ്റവും നല്ലൊരു കാര്യമാണ്. പക്ഷേ എനിക്ക് അന്ന് അങ്ങനെ ഒരു അവസരം കിട്ടിയില്ല. അത് നമ്മൾ ഒറ്റയ്ക്ക് പോകുമ്പോഴല്ലേ നടക്കുകയുള്ളൂ. ഞങ്ങളവിടെ ചെന്നിറങ്ങിയതിന് ശേഷം 2-3 വള്ളങ്ങളിലായിട്ട് ഫുഡ് കഴിക്കാനായിട്ട് പോയി. അതൊരു ഫ്ലോട്ടിംഗ് ബോട്ടായിരുന്നു. ഫുഡ് അറേഞ്ച് ചെയ്യുന്നത് അവിടെ അങ്ങനെയാണ്. ഫുഡ് കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ ബോട്ടിംഗ് പ്ലാൻ ചെയ്തു. വള്ളത്തിൽ പോയതും ബോട്ടിങ്ങും ഒരു രക്ഷയില്ലാത്ത യാത്രയായിരുന്നു. സൂപ്പറായിട്ട് അടിച്ചു പൊളിച്ചു. ആലപ്പുഴ ജില്ലയിലെ കുട്ടനാട് താലൂക്കിലെ ഒരു ഗ്രാമമാണ് കാവാലം. ആലപ്പുഴ ജില്ലയുടെയും കോട്ടയം ജില്ലയുടെയും അതിർത്തിയിലാണ് കാവാലം സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കാണാം, ഇതാണ് കാവാലം.
ഒരു അന്തം ഇരിക്കുന്നു. ഇങ്ങോട്ട് നോക്ക് എല്ലാരും വലിയ ആക്ഷൻ ചെയ്യും. വീഡിയോ പിടിച്ചോണേ, കറങ്ങി ഇടയ്ക്കുമ്പോഴേ കറങ്ങി തിരിഞ്ഞ് അപ്പുറത്തോട്ട് മൊബൈൽ പോകില്ലേ, ഇറുക്കി പിടിച്ചോണേ. എല്ലാവരും എന്നോട് പറയുന്നുണ്ടായിരുന്നു സൂക്ഷിച്ച് നിൽക്കണമെന്ന്, പ്രത്യേകിച്ച് ബോട്ടിൻ്റെ ഡ്രൈവറൊക്കെ. പക്ഷെ ഞാൻ ശ്രദ്ധിച്ച് തന്നെ നിന്നത്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കും ജീവനിൽ പേടിയുണ്ടല്ലോ. ഇത് കണ്ടപ്പോൾ എനിക്ക് എൻ്റെ കുട്ടിക്കാലം ഓർമ്മ വന്നു. ഞാൻ വളരെയേറെ പുറകിലോട്ട് പോയി. അയ്യോ, അത്രയേറെ ഞാൻ സന്തോഷിച്ച ഒരു ദിവസമായിരുന്നു. വളരെ എൻജോയ് ചെയ്തു. ഇങ്ങനെ ഒരു ദിവസം തന്നത് ഈ ഫാമിലിയാണ്. അതിന് ഞാൻ അവരോട് കടപ്പെട്ടിരിക്കുന്നു, പ്രത്യേകിച്ച് ദൈവത്തോടും. അതുപോലെ ആയിരുന്നു അന്നത്തെ ദിവസമുള്ള ഫുഡാണ് ഈ കാണുന്നതൊക്കെ. കൊഞ്ച്, പിന്നെ എന്തൊക്കെയോ വരട്ടെ, ഇതൊന്നും എനിക്ക് ഓർമ്മയില്ല. ഇപ്പോൾ ചിക്കനാണെന്ന് തോന്നുന്നു. പിന്നെ ഞണ്ട്, കക്ക ഇറച്ചി തോരൻ, വരാൽ ഫ്രൈ, വരാൽ കറി, മീൻ മുളകിട്ടത്, കപ്പ വേവിച്ചത്, പിന്നെ ചേനയും ചേമ്പും പുഴുങ്ങിയത്, മുളകിടിച്ചത്, അങ്ങനെ അങ്ങനെ ഒത്തിരി 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 വിഭവങ്ങൾ. അതെല്ലാം വളരെ ടേസ്റ്റിയുമായിരുന്നു. ഇത് കഴിഞ്ഞിട്ട് തീർന്നില്ല. വൈകുന്നേരത്തെ ഒരു ചായ കൂടി കൂടെ ബാക്കിയുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞങ്ങളെല്ലാവരും തിരിച്ചു വരാനായിട്ട് റെഡിയായി. അതാണ്ട് ഇപ്പോഴും കണ്ടോ ആ തിരിച്ചു വരുന്ന വരവിലും ആ യാത്രയുടെ മനോഹാരിത. അപ്പോൾ ഡിയർ ഫ്രണ്ട്സ്, നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെട്ടു എന്ന് തന്നെ ഞാൻ വിചാരിച്ചോട്ടെ. നിങ്ങൾക്ക് ബോറടിച്ചില്ലല്ലോ ഇല്ലേ? അപ്പോൾ അടുത്ത വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ടേക്ക് കെയർ, ബൈ.